BPL കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ളവർക്ക് അരിവിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പത്തനാപുരം താലൂക്കിലെ പുനലൂർ, പത്തനാപുരം, അഞ്ചൽ ഏരിയകളിൽ നിന്നുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത്. മാർച്ച് മുനിസിപ്പൽ ഓഫീസിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് ചേർന്ന ധർണ ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് S. സജീഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് അർഹമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന അരിവിഹിതം വെട്ടിക്കുറച്ചൊരു ഗവൺമെന്റായി രാജ്യത്തിന്റെ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ അഴിമതിയുടെ കൊടുകൂമ്പാരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കപ്പെട്ട ഈ ഗവൺമെന്റ് ഈ രാജ്യത്ത് 120 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റാണ് രാജ്യത്തെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് എടുത്ത സമീപനം. ആ സമീപനത്തിന്റെ ഭാഗമായി കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കമ എന്ന് 2 അക്ഷരം മിണ്ടുവാൻ ഇന്ന് തയ്യാറാകുന്നില്ല. കേരളത്തിലെ ഒരു ഭക്ഷ്യവകുപ്പ് മന്ത്രിയുണ്ട്. ആ ഭക്ഷ്യവകുപ്പ് മന്ത്രിയെ നമ്മൾ ഈ കേരളത്തിലെ ജനങ്ങൾ ആ അനൂപ് ജേക്കബ് എന്ന് പറയുന്ന ഈ മന്ത്രിയോട് അരി ചോദിക്കുവാൻ നമുക്ക് കഴിയാതിരിക്കുന്ന അവസ്ഥയാണ്. കാരണം അനൂപ് ജേക്കബ് തന്നെ കഞ്ഞു കുടിച്ചിട്ട് 6 മാസമായി കാണും എന്ന സ്ഥിതിയിലേക്കാണ് അനൂപ് ജേക്കബിന്റെ പ്രകൃതം. അരിവിഹിതം വെട്ടിക്കുറച്ചതിലും വിലക്കയറ്റം തടയാൻ നടപടികൾ സ്വീകരിക്കാത്തതിലും പ്രതിഷേധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ശക്തമായ സമര നടപടികളുമായി ഡിവൈഎഫ്ഐ മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഡിവൈഎഫ്ഐ പുനലൂർ ഏരിയ സെക്രട്ടറി ശരൺ ശശി അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗം പ്രശാന്ത് സ്വാഗതം പറഞ്ഞു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം രഞ്ജു സുരേഷ്, ഡിവൈഎഫ്ഐ പത്തനാപുരം ഏരിയ സെക്രട്ടറി അൻസാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.